സംസ്ഥാനത്തെ സർവകലാശാലകളിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷ നടന്ന് ഒരു മാസത്തിനകം ഫലപ്രഖ്യാപനവും അതിവേഗം സർട്ടിഫിക്കറ്റും ലഭ്യമാക്കുന്നതാണ് മാറ്റങ്ങളിൽ പ്രധാനം. 10 സർവകലാശാലകളിലെ നിയമഭേദഗതിക്കുള്ള കരട് ബിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി വരികയാണ്. റിപ്പോർട്ട്. സർവകലാശാലകളിൽ പരീക്ഷാഫലത്തിനായി മാസങ്ങൾ കാത്തിരിക്കുന്ന പതിവ് രീതി മാറ്റാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പരീക്ഷ നടന്നാൽ 30 ദിവസത്തിനകം ഫലം പ്രസിദ്ധീകരിക്കണം. ഫലം വന്നാൽ 30 ദിവസത്തിനകം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകണം. സമയക്രമം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് വൈകാതെ അനുമതി നൽകും. ഒപ്പം 4 വർഷ ബിരുദ കോഴ്സുകൾ വ്യാപിപ്പിക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അടിമുടി നവീകരിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഡിഗ്രി അംഗീകരിക്കാനുള്ള അധികാരം എല്ലാ യൂണിവേഴ്സിറ്റികളിലും സിൻഡിക്കേറ്റിന് നൽകും. അപേക്ഷകളിലെ കാലതാമസം ഒഴിവാക്കാൻ അക്കാദമിക് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കാനും മാസത്തിൽ 2 തവണയെങ്കിലും യോഗം ചേരാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ശ്യാം മേനോൻ കമ്മീഷൻ, സർവകലാശാല നിയമപരിഷ്കാര കമ്മീഷൻ, പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടുകളിലെ ശുപാർശയാണ് ബില്ലിലൂടെ നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് വൈകാതെ അനുമതി നൽകും. ഒപ്പം 4 വർഷ ബിരുദ കോഴ്സുകൾ വ്യാപിപ്പിക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അടിമുടി നവീകരണത്തിനുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തയ്യാറെടുപ്പ്. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, എന്തായാലും അത് പോസിറ്റീവായ ഒരു കാര്യമാണ്. പലപ്പോഴും സർവകലാശാല പരീക്ഷ എഴുതിയ തീയതി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാലും ഈ റിസൾട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, പല സർവകലാശാലയും പല സമയത്താണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഏതൊക്കെ പരീക്ഷ എഴുതി എന്നത് പോലും ആളുകൾക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യമുണ്ട്. പണ്ട് ഈ വരാതിരിക്കുന്ന തീവണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ആയിരുന്നു ഈ പരീക്ഷാ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്തായാലും അത് അവസാനിക്കാൻ പോവുകയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടിമുടി മാറ്റമാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ അതിൽ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ. വളരെ പ്രധാനമാണിത്. അരുൺ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവാണ്. വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്നൊരു വാർത്തയാണെന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും ഞാനും അതിൻ്റെ തിക്ത അനുഭവത്തിനിരയായ ആളാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മാസങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മറ്റൊരു പഠനത്തിന് ചേരാൻ പറ്റാത്ത, മാർക്ക് ലിസ്റ്റ് കിട്ടാത്തത് കൊണ്ട് മറ്റൊരു പഠനത്തിന് ചേരാൻ പറ്റാത്ത സാഹചര്യം അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ നിയമ പരിഷ്കരണത്തിന് ഒരുങ്ങുന്നത്. ഓരോ സർവകലാശാലയിലെയും നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ, അതിനുള്ള അന്തിമ നീക്കങ്ങളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 10 സർവകലാശാലകൾ, കേരള, MG, കണ്ണൂർ, കാലിക്കറ്റ് അടക്കമുള്ള 10 സർവകലാശാലകളിൽ അടുത്ത ബിൽ അവതരിപ്പിച്ച് നിയമമാകുന്നതോടെ ഈ സംവിധാനങ്ങൾ നിലവിൽ വരും എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റു സർവകലാശാലകൾ, ഈ കാർഷിക സർവകലാശാല കൃഷി വകുപ്പിന് കീഴിലാണ്, ഫിഷറീസ് സർവകലാശാല ഫിഷറീസ് വകുപ്പിന് കീഴിലാണ്. ഇത്തരത്തിലുള്ള സർവകലാശാലകൾ വൈകാതെ ഈ പരിഷ്കരണം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട പരിഷ്കാരം, നമ്മൾ പറയുന്നത് പോലെ 30 ദിവസത്തിനകം ഒരു കുട്ടി പരീക്ഷ എഴുതി 30 ദിവസത്തിനകം അതിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഫലം വന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം മാർക്ക് ലിസ്റ്റ് മാത്രമല്ല സർട്ടിഫിക്കറ്റ് കൂടി നൽകണം എന്നുള്ളതാണ്. ഇനി അതിലെന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ ആ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബില്ലാണിത്. ഒപ്പം അക്കാദമിക് കൗൺസിൽ, അപേക്ഷകളൊക്കെ വരുമ്പോൾ അക്കാദമിക് കൗൺസിൽ പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് പിന്നെ വരിക. അക്കാദമിക് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും മാസത്തിൽ 2 തവണ നിശ്ചയമായും ഈ കമ്മിറ്റി കൂടിയിരിക്കണമെന്നൊരു നിർദ്ദേശം കൂടി വരുമ്പോൾ വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് ഒരു പരിധി എന്നല്ല, ആശ്വാസം തന്നെ ആവുകയാണ് എന്ന് പറയാം. ഇതടക്കമുള്ള നിർദ്ദേശങ്ങൾ വരുന്ന നിയമ ഭേദഗതിക്കുള്ള കരട് ബിൽ തയ്യാറായി വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പശ്ചാത്തലം കൂടി ഓർക്കണം. ഉടൻ തന്നെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ കൂണുപോലെ മുളയ്ക്കും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. അതിനൊപ്പം 4 വർഷ ബിരുദ കോഴ്സ് വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സർവകലാശാലകൾ ഒരു പഴഞ്ചൻ രൂപത്തിൽ പോയാൽ ശരിയാവില്ല എന്നുള്ളത് കൂടി കൊണ്ടാണ് കൃത്യമായൊരു നടപടിയും പരിഷ്കാരവുമായി തീരുമാനിച്ചിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകൾ കടന്നു വരുന്നു, അവർ ഈ കൃത്യമായി സമയബന്ധിതമായി കാര്യങ്ങൾ നടത്തും, വളരെ പ്രൊഫഷണലായി കാര്യങ്ങൾ നീക്കും. ഈ പഴഞ്ചൻ രീതിയുമായി നമ്മുടെ സർവകലാശാലകളോ കോളേജുകളോ പോയാൽ അത് സാധ്യമാവില്ല. എന്തുകൊണ്ടാണ് ഏതൊരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങിയാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും, പക്ഷേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തൻ്റെ മാർക്ക് കിട്ടാൻ വേണ്ടി മാസങ്ങൾ അനിശ്ചിത കാലത്തോളം കാത്തിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതാണിപ്പോൾ മാറാൻ പോകുന്നത്. 30
ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മാർക്കും സർട്ടിഫിക്കറ്റും കിട്ടും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്നുണ്ട്. 30 ദിവസം കഴിഞ്ഞാൽ അവൻ ഏത് കോഴ്സിന് പോകാമെന്ന് അവന് തീരുമാനിക്കാം. ഇല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ നിങ്ങളെ മറികടക്കും എന്നത് ഉറപ്പാണ്. കാരണം നമ്മുടെ സർവകലാശാലകളിൽ പല പഴഞ്ചൻ രീതികളുമുണ്ട്, കലാശാലകളിൽ നമ്മുടെ പഴഞ്ചൻ രീതികളുണ്ട്. ഇതൊക്കെ അതിവേഗം നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ വൈകിപ്പിക്കുന്നതിന് പിന്നിൽ വല്ലാത്ത തരത്തിലുള്ള നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ നിഷ്ക്രിയത്വം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അത് അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ബില്ലിൽ ഒരുങ്ങുന്നത് എന്നാണ് അറിയുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ സന്തോഷകരമായ വാർത്തയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർവകലാശാലകൾ പരീക്ഷ അടിമുടി നവീകരിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ്. 30 ദിവസത്തിനകം മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ഇതാ കൈ പിടിച്ചോ എന്ന് പറയുന്ന സർവകലാശാലകൾ, അത് സ്വകാര്യ സർവകലാശാലകളോടുള്ള മത്സരം കൂടിയാണ്. ആ കരുത്തിന് നമ്മളും പ്രത്യേക സന്തോഷം അറിയിക്കുന്നു.